വയനാട് മണ്ഡലത്തിന്റെ ഭാഗമായ മുക്കത്തെ തെയ്യത്തും കടവിൽ നിന്ന് കൊടിയത്തൂരിലേക്കുള്ള നാട്ടുവഴിയിലൂടെ കഴിഞ്ഞ ദിവസം റോഡ് ഷോയുമായി രാഹുൽ ഗാന്ധി എത്തുന്നതും കാത്ത് ആയിരക്കണക്കിന് ആളുകളാണ് നിന്നത്. രാവിലെ 11-നാണ് രാഹുൽ ഗാന്ധി തെയ്യത്തും കടവ് പാലത്തിന് സമീപമെത്തിയത്. റോഡിന്റെ ഇരുവശത്തും വീട്ടുമതിലുകളിലും കെട്ടിടങ്ങൾക്കു മുകളിലുമൊക്കെ ആളുകൾ രാഹുലിനെ കാണാൻ കാത്തുനിൽക്കുകയായിരുന്നു. കുട്ടികളോട് സംസാരിച്ചും കൈകൊടുത്തുമൊക്കെ മുന്നോട്ട് നീങ്ങിയ രാഹുൽ ഗാന്ധി കൊടിയത്തൂർ അങ്ങാടിയിൽ 11:30-ഓടെയാണ് എത്തിയത്. കൊടിയത്തൂരിൽ കാത്തുനിന്ന വീട്ടമ്മമാരും കുട്ടികളും അടങ്ങിയ ജനങ്ങളെ അഭിവാദ്യം ചെയ്തും കൈകൊടുത്തുമാണ് റോഡ് ഷോ അവസാനിപ്പിച്ചത്. ഇവിടെ വെച്ച് നരേന്ദ്രമോദിയെ കടന്നാക്രമിച്ചുകൊണ്ടാണ് രാഹുൽ പ്രസംഗിച്ചത്. രാജ്യം നേരിടുന്ന പ്രധാന പ്രശ്നം ബിജെപിയും RSSും ഭരണഘടനയെ നശിപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങളാണെന്ന് പറഞ്ഞ രാഹുൽ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടുകയെന്നതു മാത്രമാണ് മോദിയുടെ ജോലിയെന്നും തുറന്നടിച്ചു. ഒന്നെങ്കിൽ മോദി കടലിനടിയിൽ പൂജ ചെയ്യുന്നു, അല്ലെങ്കിൽ ആകാശത്ത് പറന്നു നടക്കുന്നു. രാജ്യത്തെ വില വർധനവിനെ കുറിച്ചോ കർഷക പ്രശ്നങ്ങളെ കുറിച്ചോ തൊഴിലില്ലായ്മയെ കുറിച്ചോ ഒരക്ഷരം മിണ്ടാറില്ല. എന്നാൽ അതിസമ്പന്നരുടെ കോടിക്കണക്കിന് രൂപയുടെ കടങ്ങൾ ഈസിയായി എഴുതിത്തള്ളുകയും ചെയ്യുന്നുവെന്ന് രാഹുൽ തുറന്നടിച്ചു. അതേസമയം രാജ്യത്തെ അതിദരിദ്ര കുടുംബങ്ങളെ കണ്ടെത്തി അവിടുത്തെ ഓരോ സ്ത്രീയുടെ അക്കൗണ്ടിലും ഒരു വർഷം 1 ലക്ഷം രൂപ എത്തിക്കുകയെന്നതാണ് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ പ്രധാനപ്പെട്ടത്. റൈറ്റ് ടു ഇന്റേൺഷിപ്പ് നിയമം നടപ്പാക്കുകയാണ് മറ്റൊരു ലക്ഷ്യം. കേന്ദ്ര സർക്കാർ മൂലം തൊഴിൽരഹിതരായി മാറിയ യുവാക്കൾക്ക് തൊഴിൽ പരിശീലനം അവകാശമാക്കി മാറ്റുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. അതേസമയം വയനാട് മണ്ഡലത്തിന്റെ പ്രതിസന്ധികൾ രാഹുൽ ഗാന്ധി ഊന്നി പറഞ്ഞു. വയനാട് മണ്ഡലത്തിൽ ഏറെ പ്രധാനപ്പെട്ട 3 പ്രശ്നങ്ങളുണ്ട്. രാത്രികാല യാത്രാ നിരോധനം കാരണം ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ്. ജനങ്ങൾ വന്യമൃഗശല്യം കാരണം പൊറുതിമുട്ടുന്നുണ്ട്. വയനാട്ടിൽ ഒരു മെഡിക്കൽ കോളേജ് എന്തുകൊണ്ടാണ് യാഥാർത്ഥ്യമാകാത്തതെന്ന് മനസ്സിലാവുന്നില്ല. ഈ പ്രശ്നത്തിൽ മുഖ്യമന്ത്രിയുമായി വ്യക്തിപരമായി ചർച്ച നടത്തുകയും സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തതാണ്. എന്നിട്ടും പദ്ധതി വൈകിക്കുകയാണ്. ഈ 3 പ്രശ്നങ്ങളും പരിഹരിക്കുകയാണ് ലക്ഷ്യമിടുന്നതെന്നും രാഹുൽ വ്യക്തമാക്കി. കേരളത്തിൽ ഏത് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചാലും ജയിക്കാൻ സാധ്യതയുള്ള കോൺഗ്രസ് നേതാവാണ് രാഹുൽ ഗാന്ധി. 2019-ൽ രാഹുൽ വയനാട്ടിലേക്ക് വന്നത് ഈ ഉറപ്പിന്റെ പുറത്താണ്. 3 തവണ തുടർച്ചയായി ജയിച്ച അമേഠിയിൽ കാലിടറിയേക്കുമെന്ന് രാഹുലിനും കൂടെയുള്ളവർക്കും വിവരം കിട്ടിയിരുന്നിരിക്കണം. പുൽവാമയും ബാലാകോട്ടും ചേർന്ന കോൺഗ്രസിന്റെ സകല കണക്കുകൂട്ടലുകളും തെറ്റിച്ച തെരഞ്ഞെടുപ്പായിരുന്നു അത്. അമേഠി തിരിച്ചുപിടിക്കുക എന്നത് രാഹുലിനും കോൺഗ്രസിനും ഒരു വാശിയായിരിക്കും. പക്ഷേ വാശി കൊണ്ട് മാത്രം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ സോണിയാഗാന്ധിയുടെ മണ്ഡലമായ റായ്ബറേലിയിലേക്ക് രാഹുൽ കളം മാറ്റിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല. റായ്ബറേലി ആയാലും അമേഠി ആയാലും രാഹുലിന്റെ 2ാം മണ്ഡലം വയനാട് തന്നെയാണ്. വാസ്തവത്തിൽ വയനാടിന്റെ കാര്യത്തിൽ രാഹുലിന് ചിന്തിക്കേണ്ട ആവശ്യമേയില്ല. ഇടതു നേതാക്കളുടെ അഭിപ്രായം കേട്ട് വയനാട്ടിൽ നിന്ന് രാഹുലിനെ മാറ്റുക എന്ന മണ്ടത്തരത്തിന് കോൺഗ്രസ് മുതിർന്നിരുന്നുവെങ്കിൽ അത് കോൺഗ്രസിന്റെ ചരിത്രപരമായ മണ്ടത്തരമായി പോയേനെ.